ഹലോ ഗൈസ്. വെൽക്കം ടു ഡേ 2 ഓഫ് പോസ്റ്റിംഗ് ഡെയിലി കണ്ടൻസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മുടെ മാത്രം നഷ്ടമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ പറ്റുന്നതിൻ്റെ മെയിൻ കാരണം എൻ്റെ ഈഗോ ആണ്. അത് എനിക്കങ്ങനെ ചെറുപ്പം തൊട്ട് എനിക്കങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട് ഗൈസ്. ഞാൻ അതിനെക്കുറിച്ച് നല്ലോണം ബോധവാനാണ്. ഞാൻ ആ ക്യാരക്ടറിനെ ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യുന്നില്ല, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു ക്യാരക്ടർ എൻ്റെ ലൈഫിനെ എപ്പോഴും നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. ഞാനതിനെ കുറേ നാൾ അതിനെ ഇല്ലാതാക്കാൻ നോക്കി. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ അതിനെ ഇല്ലാതാക്കാൻ നോക്കിയിടത്തോളം എനിക്ക് അതിനെക്കുറിച്ച് സത്യം പറയുകയാണെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. ബട്ട് ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നത് ആ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാനും അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നിന്നും സ്വയം മാറിപ്പോകാനാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ബേസിക്കലി ഞാൻ ഒരാളായിട്ട് ദേഷ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആ ആളെൻ്റെ അടുത്ത് ഒന്ന് മിണ്ട് സംസാരിക്കുക, നോർമലായിട്ട് ടെക്സ്റ്റ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചിന്തിക്കുക ആ ഒരു വിഷയം എൻ്റെ കുഴപ്പം കൊണ്ടാണല്ലോ എന്നാണ് പിന്നീട് എനിക്ക് തോന്നുന്നത്. അത് എൻ്റെ മാത്രം തോന്നലാണോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നാമെന്ന് എനിക്കറിയില്ല. ബേസിക്കലി പിന്നെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുക. ഞാൻ ഒരിക്കലും ഒരു വിഷയം ഭയങ്കരമായിട്ട് മൈൻഡിൽ കൊണ്ടുനടന്ന് പക വയ്ക്കുന്ന ഒരാളല്ല. ആൻഡ് ഫൈനലി സെൽഫ് റെസ്പെക്റ്റ് എന്നത് ഈഗോ അല്ല എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി എൻ്റെ മൈൻഡിനെ തന്നെ. നിങ്ങളും നിങ്ങളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കുക. എൻഡിങ് ഡേ 2 ഓഫ് കോണ്ടന്റ് ക്രിയേഷൻ. നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങളെ ലൈഫിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് തന്നെ സ്വയമായിട്ട് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ടെക്നിക്കാണ് നമ്മൾ തന്നെ മനസ്സിലാക്കുക എന്നുള്ളത്. അടുത്ത വീഡിയോ ആയിട്ട് ഡേ 3 കാണുന്നവരെ ബൈ.